ഇന്ന് നമുക്ക് പുളിഞ്ചി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അതിനായി ആദ്യം വേണ്ടത് ഒരു ബൗൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, ശർക്കര, ഒരു ശർക്കരയാണിത് പൊടിഞ്ഞു പോയിട്ടുണ്ട്, പഞ്ചസാര ആണെങ്കിൽ അത് ഉപയോഗിക്കാം, കരിവേപ്പില, ഒരു 6 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പുളി, മഞ്ഞപ്പൊടി, മുളക് പൊടി. ഇത്ര സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. പുളി നന്നായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ലെമൺ സൈസ് പുളിയാണ് ഇത്. 10 മിനിറ്റ് വെള്ളം ഒഴിച്ച് ഈ പുളിവെള്ളം എടുക്കുകയാണ്. എന്നിട്ട് പിന്നെ ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. ഈ ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കുറച്ചൊന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു 6 എടുത്തത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ മാറ്റം വരുത്താം. എന്നിട്ട് ഇതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു ബ്രൗൺ കളറാണ് വരെ ഇളക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടിയും പറഞ്ഞ പോലെ എരിവിനനുസരിച്ചാണ്, ഞാൻ ചെറിയൊരു ടീസ്പൂണാണ് ഇട്ടത്. ഇതിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു പച്ചമണം മാറുന്ന വരെ വഴറ്റിയിട്ട് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പുളിവെള്ളം മുഴുവൻ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിക്കാം. ഇത് തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കര, അതും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം പൊടി ഇട്ടതാണ്. എന്നിട്ട് എടുത്ത് വെച്ചിട്ട് ശർക്കരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. ഇനിയിപ്പം ശർക്കര വേണ്ടെങ്കിൽ പഞ്ചസാര ആണെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഏകദേശം തിളച്ചിട്ടുണ്ട്. ശർക്കരയൊക്കെ അലിഞ്ഞ് പോയി. ഇനി ഇത് ഫുൾ തിളപ്പിക്കുകയാണ് വേണ്ടത്. കുറേ നേരം തിളപ്പിക്കണം. ഏകദേശം ഈ ഒരു തിക്നെസ് ആയിട്ടുണ്ട്. എനിക്ക് ഏകദേശം ഇത് മതി. ഇനിയിപ്പോൾ ഇതിലും കുറയ്ക്കണം എന്നാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പുളിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയണം. എനിവേ, കുക്ക് ഇറ്റ് ആൻഡ് ഹാവ് ഇറ്റ്.